ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ബ്രെഡാണ് എടുത്തത്. ബ്രെഡിന് പകരം നിങ്ങൾക്ക് കേക്ക് പോലത്തതും എടുക്കാം. അതിൻ്റെ സൈഡ് പോർഷനൊക്കെ കളഞ്ഞ് അത് നമുക്ക് കുറച്ച് പാലിൽ ഡിപ്പ് ചെയ്ത് ഇതുപോലെ ട്രേയിൽ വെച്ച് കൊടുക്കാം. പാലിൽ മധുരം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പം മധുരമൊന്നും ചേർത്തിട്ടില്ല. പാലിൽ ഡിപ്പ് ചെയ്ത് ഇതുപോലെ നമുക്ക് ട്രേയിൽ വെക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കസ്റ്റേർഡ് ആക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടി ഒരു 2 കപ്പ് പാലെടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡിൻ്റെ പൊടി കലക്കി ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് കുറച്ച് തണിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് സെറ്റായി വരുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടി ആക്കാൻ വേണ്ടി ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായി അടിച്ചെടുക്കുക. അതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കുക. പിന്നെ നെസ്റ്റിൽ ക്രീമും ചേർക്കുക, മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി അത് നന്നായി ഇതുപോലെ എഗ് ബീറ്റർ കൊണ്ട് അടിച്ചെടുക്കുക. ഈ ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലിപ്പോൾ ജലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതില്ലാണ്ട് തന്നെ നമുക്ക് ഈ പുഡിംഗ് ആക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിലാക്കാൻ പറ്റുന്നതുമാണ്. നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാം. അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.